ഓക്കെ, നമ്മുടെ സെറ്റിങ്സിൽ പോകുന്നു. നമ്മൾ ഗ്ലോബൽ സെറ്റിങ്സ് ആണെന്ന് ചെയ്യുന്നത്. ഗ്ലോബൽ സെറ്റിങ്സ് ലോക്കൽ സെറ്റിങ്സിൻ്റെ അത്ര ഇല്ല, വളരെ കുറച്ച് സെറ്റിങ്സിലുള്ള ഉള്ളൂ. അത് നമുക്ക് സൈഡിലുള്ള ഈ പെഡൽ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. പെഡൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ കൺസോളിൻ്റെ സൈഡിൽ ഒരു ഫുഡ് സ്വിച്ച് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഫുഡ് സ്വിച്ച് അല്ലെങ്കിൽ ആ പെഡൽ കണക്ട് ചെയ്താൽ അത് ട്രിഗർ ചെയ്യുന്ന സമയത്ത് എന്ത് ചേഞ്ചാണ് വരേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ട ഭാഗമാണ് ഈ ഗ്ലോബൽ സെറ്റിങ്സിൽ കാണുന്നത്. ആദ്യം കാണുന്ന മ്യൂട്ട് എഫക്ട്സുകൾ മ്യൂട്ട് ചെയ്യാൻ, മ്യൂട്ട് ഓൾ എല്ലാ ചാനലും മ്യൂട്ട് ചെയ്യാൻ, പ്ലേ റെക്കോർഡ് അത് നമ്മുടെ 2 ട്രാക്ക് റെക്കോർഡ് ചെയ്യാൻ മറ്റേ പ്ലേ ചെയ്യുന്ന സംഭവം, ടാപ്പ് ടെമ്പോ, മൾട്ടി ട്രാക്ക് പ്ലേ ചെയ്യുന്നത്, മൾട്ടി ട്രാക്ക് റെക്കോർഡ് ചെയ്യുക, അങ്ങനെ ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അതാണ്. പിന്നെ മ്യൂട്ട് ഗ്രൂപ്പ് നമുക്ക് ട്രിഗർ ചെയ്യാം, ഏത് മ്യൂട്ട് ഗ്രൂപ്പാണ് ട്രിഗർ ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാം. ആ ഒരു കാര്യങ്ങളാണ് പെഡൽ ഫങ്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ആരും Ui24 പെഡൽ അത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് അത്രത്തോളം ആവശ്യത്തിലുള്ളതാണെന്ന് അറിയില്ല. ഇനി നമുക്ക് നമ്മുടെ സെറ്റിങ്സുകൾ നോക്കാം. അല്ല, ആദ്യത്തെ സെറ്റിങ്സ് എന്ന് പറയുന്നത് സോളോ റൂട്ടിങ്. സോളോ റൂട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ സോളോ അടിക്കുമ്പോൾ എന്താണ് കേൾക്കേണ്ടതെന്നുള്ളത്. അത് ഹെഡ്ഫോൺ മാത്രമാണ് കേൾക്കേണ്ടത്, അതോ മാസ്റ്റർ പ്ലസ് ഹെഡ്ഫോൺ സോളോ അടിച്ച ചാനൽ മാസ്റ്റർ എന്നുള്ളതാണ് ആദ്യത്തെ സെറ്റിങ്സ്. രണ്ടാമത്തെ സെറ്റിങ്സ് എന്ന് പറയുന്നത് HP ചാനൽസ്, ഹെഡ്ഫോൺ ചാനൽ, അതായത് LR ആണോ അതോ RL ആണോ എന്നുള്ളത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഹെഡ്ഫോൺ കണക്ട് ചെയ്താലല്ലേ എല്ലാവരും നമ്മൾ സെലക്ട് ചെയ്തു, അപ്പോൾ ലെഫ്റ്റിൽ കൂടി ലെഫ്റ്റും റൈറ്റിൽ കൂടി റൈറ്റുമാണ് കേൾക്കുന്നത്. ചില കേസസിൽ നമ്മൾ ഹെഡ്ഫോൺ തലതിരിച്ച് വെക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സെനൈസർ HD280 ആണ്. അതിൻ്റെ കേബിൾ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡത്തെ പൗച്ചിലാണ്. അപ്പോൾ ചില സമയത്ത് കേബിൾ റൈറ്റ് സൈഡ് കൂടി വരും. അപ്പോൾ നമുക്ക് തിരിച്ച് കണക്ട് ചെയ്യേണ്ടി വരും, ചെവിയിൽ വെക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ RL ഇട്ടാൽ ലെഫ്റ്റ് ചാനൽ കൂടി റൈറ്റ് സിഗ്നലും അതേപോലെ റൈറ്റ് ചാനൽ കൂടി ലെഫ്റ്റ് സിഗ്നലും വരും. അപ്പോൾ നമ്മുടെ ഹെഡ്ഫോൺ തലയിരിച്ചാലും നമ്മൾ കേൾക്കുന്നത് ശരിക്കും ലെഫ്റ്റും റൈറ്റും തന്നെ ആയിരിക്കും. ആ ഒരു സംഭവത്തിനുള്ളതാണുള്ളത്. നോർമൽ കേസിലെല്ലാം LR തന്നെയാണ് ഇടേണ്ടത്. പിന്നെ സോളോ മോഡാണുള്ളത്. സോളോ മോഡ് എന്ന് പറയുന്നത് സിംഗിൾ മൾട്ടിപ്പിൾ. ഇപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സിംഗിളാണ്, അതായത് നമ്മളിപ്പോൾ ഒരു ചാനൽ മാത്രമേ ഒരു സമയത്ത് സോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ 5ാമത്തെ ചാനൽ സോളോ ചെയ്തു, പക്ഷേ ഞാൻ 6ാമത്തെ ചാനൽ സോളോ ചെയ്താൽ എനിക്ക് 6ാമത്തെ ചാനൽ മാത്രമേ ഹെഡ്ഫോണിൽ കേൾക്കാൻ പറ്റുള്ളൂ. 5ാമത്തത് ഓട്ടോമാറ്റിക്കലായിട്ട് ക്യാൻസലായി പോകും. എന്നാൽ നമ്മൾ ഇത് മൾട്ടിപ്പിൾ സോളോ മോഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ചാനൽ വേണമെന്നുണ്ടെങ്കിലും ഒരുമിച്ച് സോളോ അടിച്ച് കേൾക്കാൻ പറ്റും. അങ്ങനെ വേണ്ടവർക്ക് എങ്ങനെയും ചെയ്യാം. അത് അവരുടെ ഓരോരുത്തരുടെ സ്റ്റൈലാണ്, പല കേസസിനനുസരിച്ചാണ് അത് ചെയ്യേണ്ടത്. പിന്നെ സോളോ ടൈപ്പ് AFL ഓർ PFL, അതായത് AFL എന്ന് പറയുന്നത് ആഫ്റ്റർ ഫേഡർ ലിസണും PFL എന്ന് പറയുന്നത് പ്രീ ഫേഡർ ലിസണും. അതായത് ഇപ്പോൾ PFL ആണുള്ളത് പ്രീ ഫേഡർ ലിസണിലാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ചാനൽ ഇപ്പോൾ സോളോ ചെയ്തു എന്ന് വിചാരിക്കുക, 5ാമത്തെ ചാനൽ ഇപ്പോൾ ഉള്ളത് പ്രീ ഫേഡറാണ്. അതുകൊണ്ട് തന്നെ ഫേഡർ താത്തിയാലും കുറച്ചാലൊന്നും നമ്മൾ സോളോ അടിച്ച് കേൾക്കുന്ന സിഗ്നലിന് വ്യത്യാസം വരില്ല. ഫേഡറിന് മുന്നേ ഉള്ള സിഗ്നലാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ അത് AFL ആക്കിയാൽ ആഫ്റ്റർ ഫേഡർ ലിസൺ, നമ്മൾ ഫേഡർ താത്തിയാലൊന്നും കേൾക്കില്ല. നമ്മൾ ഫേഡറിൻ്റെ മൂവ്മെൻറ്റ്സ് അനുസരിച്ചുള്ള വോളിയത്തിൽ വരുന്ന ചേഞ്ചസ് നമുക്കത് ഹെഡ്ഫോണിൽ കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഹെഡ്ഫോണൊക്കെ വെച്ച് മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ അടിച്ചിട്ട് ആഫ്റ്റർ ഫേഡർ ലിസണിലാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു കേസാണുള്ളത്. പിന്നെയുള്ള 2 ചാനൽ റെക്കോർഡ് ഫോമാറ്റാണ്. നമ്മൾ 2 ചാനൽ റെക്കോർഡ് ചെയ്യുന്നത് ഏത് ഫോമാറ്റിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, 32 ബിറ്റിലാണോ 24 ബിറ്റിലാണോ 16 ബിറ്റിലാണോ എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഏത് റെക്കോർഡിംഗ് ഫോമാറ്റിലാണോ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെയാണ് അടുത്ത സെറ്റിങ്സ് മൾട്ടി ട്രാക്ക് ഫോമാറ്റ്. മൾട്ടി ട്രാക്ക് റെക്കോർഡ് ചെയ്യാൻ നമുക്ക് 4 ഫോമാറ്റാണുള്ളത്. 2 ഫോമാറ്റിൻ്റെ 2 ടൈപ്പ് ഓഫ് ബിറ്റ്. അതായത് ഇപ്പോൾ FLAC 24ലും 16ലും റെക്കോർഡ് ചെയ്യാം, വേവ് 24ലും 16ലും റെക്കോർഡ് ചെയ്യാം. അടുത്തതുള്ളത് ഓക്സ് സെൻഡ് മ്യൂട്ട് ഇൻഹെറിറ്റൻസ്. ഇത് ശരിക്കും അപ്ഡേറ്റിൻ്റെ കൂടെ വന്നാണ്. നമ്മുടെ 3.0 അപ്ഡേറ്റ് ആയി വന്ന സമയത്ത് ഈ മ്യൂട്ട് ചാനൽസ് നമ്മുടെ ഓക്സിലറി സെൻസിന് ഡിപ്പെൻഡ് ചെയ്തായിരുന്നു. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ, നമ്മളിപ്പോൾ 4ഉം 5ഉം ആണ് എക്സാമ്പിളിന് വേണ്ടി എടുക്കുന്നത്. അതിൽ 1ാമത്തെ ഓക്സിൽ നമ്മുടെ 4ാമത്തെ ചാനൽ പ്രീയും 5ാമത്തെ ചാനൽ പോസ്റ്റുമാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് ആദ്യം ഈ 4ഉം 5ഉം ഒന്ന് മ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ പഴയ കേസാണെന്നുണ്ടെങ്കിൽ പ്രീ ഓക്സിലറി സെൻസ് നമ്മുടെ മ്യൂട്ട് ബട്ടൺ ഡിപ്പെൻഡ് ചെയ്യില്ല. അത് നമ്മൾ ചാനൽ മ്യൂട്ട് ചെയ്താലും ഓക്സ് 1ലോട്ട് സിഗ്നൽ പോകും.
പക്ഷേ പോസ്റ്റ് ഓക്സിലറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മ്യൂട്ട് ചെയ്താൽ ആ ഓക്സിലറിലോട്ട് സിഗ്നൽ പോവില്ല. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പലർക്കും ചാനൽ മ്യൂട്ട് ചെയ്താൽ പ്രീയിലോട്ട് പോകണ്ട എന്നുള്ള ഒരു കേസസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു സാധനം വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഓൺ ചെയ്ത് നോക്കാം. ഓക്സ് ആൻഡ് മ്യൂട്ട് ഇൻഹെറിറ്റൻസ് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തിട്ട് വരുന്നത് നമ്മൾ 4-5 മ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രീയും പോസ്റ്റും മ്യൂട്ടായിപ്പോയി. ഈ ഒരു കാര്യത്തിന് വേണ്ടി അവർ അപ്ഡേറ്റ് ചെയ്തതാണ്. ഈ 3.0 അപ്ഡേറ്റിൽ വന്നൊരു കാര്യമാണത്. നമ്മുടെ ചാനൽ മ്യൂട്ട് ചെയ്താൽ ഓക്സിലറിലോട്ട് പോകുന്നത് മ്യൂട്ട് ചെയ്യണോ, പ്രീയിലാണെന്നുണ്ടെങ്കിലും മ്യൂട്ട് ചെയ്യണോ എന്നുള്ളതാണ്. നമ്മുടെ ഓക്സിലറി സെൻഡ് പൊസിഷൻ മ്യൂട്ട് ചെയ്യണോ എന്നുള്ളതാണ് ഈ ബട്ടൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഓണാക്കി വെക്കാറാണ് പതിവ് കാരണം ഞാൻ എൻ്റെ ചാനൽ മ്യൂട്ട് ചെയ്താൽ സ്റ്റേജിലൊന്നും കേൾക്കാൻ പാടില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓക്സിൻ മ്യൂട്ട് ഇൻഹെറിറ്റൻസ് ഓൺ ചെയ്ത് വെക്കാം. തിരിച്ചും ചെയ്യാം. ഞാൻ കൂടുതലും കോൺഫറൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ബാൻഡ് ചെയ്യുന്നവർക്ക് ഓഫ് ചെയ്ത് വെക്കുന്നത് നന്നാവുക. പിന്നെയുള്ളത് മാസ്റ്റർ മെട്രിക്സ് സെൻഡ് പോയിൻ്റ് എന്നുള്ളതാണ്. മാസ്റ്റർ മെട്രിക്സ് സെൻഡ് പോയിൻ്റ് പ്രീ ആയിട്ടും പോസ്റ്റായിട്ടും നമുക്ക് മെട്രിക്സിലോട്ട് സെൻഡ് ചെയ്യാൻ പറ്റും നമ്മുടെ മാസ്റ്ററിനെ. നമ്മളിപ്പോൾ സാധാരണ കേസസിൽ നമ്മുടെ മെട്രിക്സിലോട്ട് സെൻഡ് ചെയ്യുന്നത് പോസ്റ്റ് ആയിരിക്കാം. അപ്പോൾ നമ്മുടെ മാസ്റ്റർ ഫീഡർ താഴ്ത്തിയാൽ മെട്രിക്സിൽ അതേപോലെ അതിന് ആ ഒരു റേഷ്യോ അനുസരിച്ച് മെട്രിക്സിൻ്റെ ലെവലും കുറയും. പക്ഷേ നമ്മൾ പ്രീ ആക്കിയാൽ നമ്മുടെ മാസ്റ്ററിൻ്റെ ഫീഡർ ലെവലിനെ ഡിപ്പെൻഡ് ചെയ്യില്ല മെട്രിക്സ്. അതായത് ഇപ്പോൾ മാസ്റ്റർ ഫുള്ള് കുറച്ച് വെച്ചാലും മെട്രിക്സിലോട്ട് സൗണ്ട് സിഗ്നൽ പോവും, ഓഡിയോ സിഗ്നൽ പോവും. അതാണ് മാസ്റ്റർ മെട്രിക്സ് സെൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് റീസെറ്റ് +48 വോൾട്ട് ഓൺ ബൂട്ട്. ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു അപ്ഡേറ്റാണ്. ഇതും 3.0 വന്ന സമയത്ത് വന്ന ഒരു പുതിയൊരു സെറ്റിങ്സാണ്. നിങ്ങൾ ഈ സെറ്റിങ്സ് ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ Ui24 സെറ്റിങ്സുകളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കൺസോൾ അപ്ഡേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. നിങ്ങൾ കൺസോൾ ആദ്യം 3.0 അപ്ഡേറ്റ് ചെയ്ത് ഇപ്പോഴത്തെ 3.3 ലേറ്റസ്റ്റ് ഫേംവെയറും കൂടി അപ്ഡേറ്റ് ചെയ്യണം. ഈ റീസെറ്റ് +48 വോൾട്ട് ഓൺ ബൂട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഷോ ചെയ്യുന്നു. ആ ഷോയിൽ നമ്മൾ കുറച്ച് ചില ചാനലിൽ ഫാൻറ്റം പവർ ഓൺ ചെയ്തിരുന്നു. നമ്മളത് ഓഫ് ചെയ്യുന്നു. അത് സേവ് ചെയ്ത് നമ്മൾ ഓഫ് ചെയ്യുന്നു. പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ ഓൺ ചെയ്യണ സമയത്ത് സാധാരണ ആ ഫാൻറ്റം പവർ ഓൺ ചെയ്ത ചാനലിലെല്ലാം ഫാൻറ്റം പവർ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ ചിലപ്പോൾ പാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കൺസോൾ ഓൺ ചെയ്യുന്നത്. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് സേഫ് അല്ലാത്ത ചില ചാനലുകളിലോട്ട് നമ്മളിപ്പോൾ EP കേബിളൊക്കെ ഡയറക്റ്റ് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്ട്, അതായത് DA ബോക്സിനും സാധനമില്ലാതെ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ സമയത്ത് നമ്മൾ EP to XLR കേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. അത് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ട് കൺസോൾ ഓൺ ചെയ്താൽ ഫാൻറ്റം പവർ നമ്മുടെ മൊബൈലിലോട്ടോ ലാപ്ടോപ്പിലോട്ടോ വരും. അപ്പോൾ നമ്മുടെ ആ ഒരു ചാനൽ പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നമ്മുടെ ലാപ്ടോപ്പിൻ്റെയോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെയോ ഔട്ട്പുട്ടൊക്കെ കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ഇത് റീസെറ്റ് +48 ഓൺ ബൂട്ട് നമ്മൾ ഓൺ ചെയ്ത് വെച്ചാലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ കൺസോൾ ഓഫാക്കി ഓൺ ചെയ്താൽ നമ്മൾ ഏതൊക്കെ ചാനലിൽ ഫാൻറ്റം പവർ ഓൺ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഓഫായി പോകും ഓട്ടോമാറ്റിക്കലി. സോ അതൊരു സേഫ് ആയിട്ടുള്ളൊരു സെറ്റിങ്സാണ്. അത് ഓൺ ചെയ്ത് വെച്ചാൽ വളരെ 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 നല്ലതാണ്. പിന്നെ വരുന്നത് HDMI അണ്ടർ സ്കാനാണ്. HDMI അണ്ടർ സ്കാൻ എന്ന് പറയുന്നത് നമ്മുടെ കൺസോളിൻ്റെ സൈഡിലുള്ള HDMI പോർട്ട് വഴി നമ്മൾ ഡയറക്റ്റ് ഒരു മോണിറ്ററിലോട്ട് കണക്ട് ചെയ്താൽ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഔട്ട്പുട്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 720 ആണ്. അപ്പോൾ ചില മോണിറ്റേഴ്സ് 720 കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ അതിൽ അണ്ടർ സ്കാൻ എന്ന് പറയുന്നത് നമ്മളെ 720 മാത്രം നിന്ന് ബാക്കി ബ്ലാക്കായി നിൽക്കുന്നതിനാണ് അണ്ടർ സ്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ ആണ് വേണ്ടത് ഉള്ള ഒരു ഓപ്ഷനാണ് അത്. സാധാരണ ആരും അങ്ങനെ ഡയറക്റ്റ് ചെയ്ത് കണക്ട് ചെയ്ത് കാണാറില്ല. അതുകൊണ്ട് നമുക്കത് വിട്ടുപിടിക്കാം. പിന്നെ നമ്മുടെ ഹെഡ്ഫോൺ ഔട്ട്പുട്ടുകളുടെ കുറച്ച് വോളിയം കൺട്രോൾസ് ആണ്. സോളോ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ക്യൂ അടിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ സോളോ ബട്ടൺ പ്രസ് ചെയ്താൽ ഹെഡ്ഫോണിൽ കേൾക്കേണ്ട വോളിയം എത്രയാണ് വോളിയം കേൾക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ഹെഡ്ഫോൺ 1ൻ്റെ വോളിയം, ഹെഡ്ഫോൺ 2ൻ്റെ വോളിയം. നമുക്കറിയാം Ui24 2 ഹെഡ്ഫോൺ ഉണ്ട്. അതിൽ ഹെഡ്ഫോൺ 1ൽ കേൾക്കേണ്ട വോളിയത്തിൻ്റെ അളവും ഹെഡ്ഫോൺ 2ൽ കേൾക്കേണ്ട വോളിയത്തിൻ്റെ അളവുമാണ് ഈ രണ്ട് ഫേഡർ പോലത്തെ സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഡീഫോൾട്ടായിട്ട് ഹെഡ്ഫോൺ 2ൻ്റെ വോളിയം കുറച്ചായിരിക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറ്റി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് ഓഫ് ഹെഡ്ഫോൺസ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം. അതൊക്കെ നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ചെയ്യാം. ഇത്രയാണ് ഗ്ലോബൽ സെറ്റിങ്സുകൾ. ലോക്കൽ സെറ്റിങ്സിൽ നിന്നും ഗ്ലോബൽ സെറ്റിങ്സിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്
ലോക്കൽ സെറ്റിങ്സ് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഐപാഡിൻ്റെ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഐപാഡ് ആയതുകൊണ്ട് ഈ ഐപാഡിലെ സെറ്റിങ്സുകൾ മാത്രമേ മാറുന്നുള്ളൂ. നിങ്ങൾ ഒരേ സമയം ഒരു Ui24 രണ്ട് ഡിവൈസിൽ, ഒരു ഐപാഡിലും ഒരു ലാപ്ടോപ്പിലും വെച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ലോക്കൽ സെറ്റിങ്സിൽ മാറ്റിയ ആ മാറ്റുന്ന ഡിവൈസിലെ സെറ്റിങ്സുകൾ മാത്രമേ മാറുന്നുള്ളൂ, അടുത്ത ഡിവൈസിലെ സെറ്റിങ്സുകൾ മാറുന്നില്ല. പക്ഷേ ഗ്ലോബൽ അങ്ങനെയല്ല, ഗ്ലോബൽ Ui24ൻ്റെ സെറ്റിങ്സാണ് മാറുന്നത്. അപ്പോൾ ഇതാണ് ഗ്ലോബലും ലോക്കലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. നമ്മൾ Ui24ൻ്റെ വീണ്ടും കുറച്ചും കൂടി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ അപ്ലോഡ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അടുത്തൊരു വിജ്ഞാനപ്രദമായുള്ള ഒരു വീഡിയോയിൽ കാണും എന്ന് പ്രത്യാശയോടെ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.